പൊട്ടൻ മൗലവിയായത് ലെവലേശ അന്തയില്ലാത്തത്. ഈ ജിന്നിനെയാണല്ലോ പൂജിക്കല്. ജിന്നിനും പിശാചിനും ബുദ്ധി കുറവാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിന്റെ പവിത്രമായ പകലിൽ നാവിനെയും ശരീരത്തെയും മനസ്സിനെയും കണ്ണിനെയും തുടങ്ങി ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയും സൂക്ഷിക്കേണ്ട, പ്രത്യേകമായി സൂക്ഷ്മത പാലിക്കേണ്ട ഒരവസരത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് റഫീഖ് സലഫി എന്ന ജിന്നുപൂജകൻ ജിന്നുപൂജ പ്രചരിപ്പിക്കാൻ വേണ്ടി പച്ച നുണകൾ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞു വരുത്തുന്നത്. മസ്ജിദുൻ നബവിയിലെ ഖതീബിന്റെ പേരിൽ പോലും ഈ വിശുദ്ധമായ റമളാനിൽ കള്ളം പറഞ്ഞവനാണ് ജിന്നുപൂജകനായ റഫീഖ് സലഫി. കളവ് പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു ചങ്ങാതിയാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉത്തമം അവളുടെ വീടാണെന്ന് മസ്ജിദുൻ നബവിയിലെ ഖതീബ് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് അത് തന്റെ വിഷ്ടം ആശയത്തിനെതിരാണെന്ന് ബോധ്യമായപ്പോൾ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ നേരെ ആക്ഷേപങ്ങൾ അയച്ചുവിട്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് മസ്ജിദുൻ നബവിയിലെ ഖതീബിനെ പോലും കള്ളനാക്കിക്കൊണ്ട് തകിടം മറിഞ്ഞ വ്യക്തിയാണ് ജിന്നുപൂജകനായ റഫീഖ് സലഫി. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. والمرأة مأمورة بما يؤمر به الرجال من العبادات من تلاوة القرآن والدعاء والصدقة والذكر والتوبة والاستغفار وقيام الليل إلا أن صلاتها في دارها خير لها من صلاتها في المسجد. قال النبي صلى الله عليه وسلم وبيوتهن خير لهن. رواه أحمد. കേട്ടല്ലോ സഹോദരങ്ങളെ, കേട്ടല്ലോ സുഹൃത്തുക്കളെ, മസ്ജിദുൻ നബവിയിലെ ഖതീബ് പറഞ്ഞിട്ടുള്ളത്, മസ്ജിദുൻ നബവിയിലെ ജുമുഅ ഖുത്ബ കേട്ടത്. ഇനി റഫീഖ് സലഫി അത് സമ്മതിക്കുന്നത് നമുക്ക് കേൾക്കാം. അതിൽ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്നൊരു പരാമർശം, ചെറിയൊരു പരാമർശം കേട്ടു. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഉത്തമം എന്ന് ഒരു പരാമർശം കണ്ടുപോലും റഫീഖ് സലഫി മസ്ജിദുൻ നബവിയിലെ ഖതീബിന്റെ സംസാരത്തിൽ. അതൊരു ചെറിയ പരാമർശമായിട്ടാണ് റഫീഖ് സലഫിക്ക് തോന്നിയത്. വലിയ പരാമർശമായി തോന്നിയാൽ ജിന്നുപൂജയും സ്ത്രീകളെ ജിന്നുപൂജയിലേക്ക് കൊണ്ടുപോകുന്നതും നിർത്തിവെക്കേണ്ടി വരുമല്ലോ. അത് ഭയപ്പെട്ട റഫീഖ് സലഫി ചെറിയ പരാമർശമായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം ഇപ്പോൾ വിഷ്ടം ജിന്നൂരികൾക്ക് ജിന്നിന്റെയും പിശാചിന്റെയും വാക്കുകളേക്കാൾ വലിയ പരാമർശമായി തോന്നുന്നില്ല. അവർക്ക് ചെറിയ പരാമർശമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ബഹുദൈവ വിശ്വാസികളാണെന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കേരളമുകാർ തന്നു. അതിനുശേഷം നിങ്ങൾ ജിന്ന് ദൈവങ്ങളെ വലിയവരാക്കിയതിന് അവരുടെ പരാമർശങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരാമർശത്തേക്കാൾ വലിയ പരാമർശമാക്കിയതിന് ഞങ്ങൾ ഉത്തരവാദികളല്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പോഴും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരാമർശമാണ് ഏറ്റവും വലുത്. കാരണം ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ വിഷ്ടം ജിന്നു പൂജകരല്ല. നിങ്ങളുടെ വാദം എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച്? സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോകുന്നത് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? ഹറാമല്ലേ? വിഷ്ടംകാരി ജിന്നു പൂജയിലേക്ക് സ്ത്രീകളെയും കൂടി പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതിന് മസ്ജിദുൻ നബവിയിലെ ഇമാം എതിരാണ്, ഖതീബ് എതിരാണ്. അതിന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ് മുറുകെ പിടിച്ചത്. അത് നാടുനീളെ മുസ്ലിമീങ്ങൾ പ്രചരിപ്പിച്ചപ്പോ ആ ജാള്യത മറച്ചു പിടിക്കാൻ വേണ്ടി റമളാനാണെന്നത് പോലും മറന്നുകൊണ്ട് റഫീഖ് സലഫി മുസ്ലിമീങ്ങളെ പേരിൽ പച്ച നുണ പറയുകയാണ്. നിരുപാധികം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന് മുസ്ലിമീങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിക്കുന്ന, നിങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ
സമസ്തയുടെ ഒരു പ്രസിദ്ധീകരണങ്ങളിലും ഒരു വാക്കുകളിലും നിരുപാധികം ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത് കാണിക്കാൻ റഫീഖ് സലഫിയെ വെല്ലുവിളിക്കുകയാണ്. പച്ച നുണ ജാള്യത മറക്കാൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പിന്നെ എപ്പോഴാണ് ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഹറാമാണെന്ന് പറഞ്ഞത് സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടില്ലേ? ലിപ്സ്റ്റിക്കും തേച്ച് കണ്ട ഓട്ടോറിക്ഷക്കാരുടെ ഫോൺ നമ്പറും വാങ്ങി വഹാബി പള്ളിയിൽ എത്തുന്നത് വരെ പർദ്ദയുണ്ടാവുകയില്ല. തലമറക്കാതെ മുടി കാണിച്ചുകൊണ്ട് കോഴിക്കോട് ബീച്ചിലും അല്ലാത്ത ബീച്ചിലും കറങ്ങി നടക്കുന്നു മുജാഹിദ് പെണ്ണുങ്ങള്. പള്ളിയിലേക്ക് വന്ന പെണ്ണുങ്ങളാണ്. ഇങ്ങനെ പല ഫിത്നയും ഫസാദും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവസാനം പള്ളിയിലേക്ക് എത്തിച്ചേരുമ്പോ ഒതായി പള്ളിയിലടക്കം മറ്റു വഹാബി പള്ളികളിലടക്കം 2 കാലിൽ വന്ന പർദ്ദക്കുള്ളിൽ 4 കാല് കാണേണ്ട അവസരങ്ങൾ ഉണ്ടായി. ഈ അവസരങ്ങളിലാണ് അതിനവസരമുണ്ടാകുമെന്ന് തോന്നുമ്പോഴാണ് ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയില്ലേ, പേരാമ്പ്ര മുജീബ് റഹ്മാൻ എന്ന ഒരു തമ്മാടി വൃദ്ധയെ പോലും അയാൾ ബലാത്സംഗം ചെയ്തു. അങ്ങനെ ഫിത്തിന ഭയപ്പെടേണ്ട സമയത്ത്, ഫിത്തിന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹറാമാണ് സ്ത്രീകൾ പള്ളിയിൽ പോകൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പള്ളിയെ കുറിച്ച് മാത്രമല്ല, വിവിധ സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പള്ളിയെ കുറിച്ച് മാത്രം പ്രത്യേകമായി എടുത്തു പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതാനും വർഷങ്ങൾ മാത്രം പഴക്കമുള്ള വഹാബി പ്രസ്ഥാനം, ഒരു പുതിയ പ്രസ്ഥാനം വന്ന് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അന്ന് വരെ ആർക്കും പരിചയമില്ലാതിരുന്ന സ്ത്രീകൾക്ക് ഉത്തമം വീടാണെന്ന് പഠിച്ച മുസ്ലിമീങ്ങള് അതുവരെ റസൂലുള്ള പറഞ്ഞ ഖൈറ് കിട്ടാൻ വേണ്ടി, ഗുണം കിട്ടാൻ വേണ്ടി, പ്രതിഫലം കിട്ടാൻ വേണ്ടി വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചു. എന്നാൽ പിൽക്കാലത്ത് ഒരു പുതിയ ടീം വന്നുകൊണ്ട് ഒരു പുതിയ വാദം കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് പള്ളിയാണ് ഉത്തമമെന്ന് റസൂലുള്ളാഹിക്കെതിരെയുള്ള വാദം കൊണ്ടുവന്നപ്പോ മുസ്ലിം പണ്ഡിതന്മാർ ഇടപെട്ടു. പള്ളിയിൽ ഫിത്ന ഭയപ്പെട്ടാൽ പോകൽ ഹറാമാണ് എന്ന് ഫത്വ കൊടുത്തു. അല്ലാതെ നിരുപാധികം ഹറാമാണെന്ന് എവിടെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണ് ഈ റഫീഖ് സലഫി എന്ന ജിന്നു പൂജകൻ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമികമായ മര്യാദകളും അദബുകളും പാലിച്ചുകൊണ്ട് മറച്ചുകൊണ്ട് അവൾ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവൾക്ക് പള്ളിയാണ് ഉത്തമം. അഫ്ളൽ മുസ്ലിയാക്കന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തള്ളിപ്പറയുകയാണ് റഫീഖ് സലഫി ഇപ്പോൾ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്ത്രീകൾക്ക് ഉത്തമം വീടാണെന്നാണ്. റഫീഖ് സലഫി പറയുന്നത് റസൂലുള്ള പറഞ്ഞത് ശരിയല്ല. വഹാബി മര്യാദകൾ പാലിച്ചുകൊണ്ട് അദബിലും കുരുത്തത്തിലുമായി വഹാബി മൗലവിമാരെ അംഗീകരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പരപുരുഷന്മാരോടൊപ്പം ജമാഅത്തിന് പോയാൽ, ജുമഅക്ക് പോയാൽ അതാണ് ഉത്തമം എന്നാണ് റഫീഖ് സലഫി പറയുന്നത്. റസൂലുള്ള പറഞ്ഞതോ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉത്തമം വീടാണ് എന്നാണ്. അല്ലെങ്കിൽ റഫീഖ് സലഫി തെളിവ് കൊണ്ടുവാ. ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട്, അദബ് പാലിച്ചുകൊണ്ട്, പുറത്ത് മറിച്ചുകൊണ്ടാണെങ്കിൽ പള്ളിയിൽ വെച്ച് ഖുശൂ കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വീട്ടിനേക്കാൾ ഉത്തമം പള്ളിയാണ് എന്ന് റസൂലുള്ള പറഞ്ഞ ഒരേ ഒരു ഹദീസ്, അല്ലെങ്കിൽ ഒരു ആയത്ത്, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു രേഖ കൊണ്ടുവരാൻ റഫീഖ് സലഫിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെ ജിന്നു പൂജ വളർത്താൻ വേണ്ടി, ജിന്നു പൂജ പ്രചരിപ്പിക്കാൻ വേണ്ടി, അതിലേക്ക് സ്ത്രീകളെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി പച്ച നുണകൾ പറഞ്ഞു വിട്ടാൽ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നിയോ നിങ്ങൾക്ക്? ഇസ്ലാമിന്റെ പേരിലും റസൂലുള്ളാഹിന്റെ പേരിലും മുസ്ലിമീങ്ങളുടെ പേരിലും പച്ച നുണ പറഞ്ഞുകൊണ്ട് പുതിയ വാദവുമായി വന്നാൽ ഞങ്ങൾ നിങ്ങളെ പിടികൂടുകയില്ല എന്ന് കരുതിയോ നിങ്ങള്? മസ്ജിദുൻ നബവിയിലെ സലഫി പണ്ഡിതനായ ഖതീബ് പോലും നിങ്ങൾക്കെതിരാണെന്ന് വന്നപ്പോ ജാള്യത മറച്ചു പിടിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ പേരിൽ പച്ച നുണകൾ പറഞ്ഞ് റസൂലുള്ള പറഞ്ഞത് തള്ളിപ്പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അംഗീകരിക്കുമെന്ന ധാരണ റഫീഖ് സലഫി നിർത്തിവെക്കുന്നതാണ് നല്ലത്. അതും സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ നിങ്ങൾ പ്രചരിപ്പിക്കാത്തത്?
ഇതെന്താ നിങ്ങൾ കാണാത്തത്? എന്ത് പൊട്ടൻ മൗലവിയായത്, ലെവലേശ അന്തയില്ലാത്തത്. ഈ ജിന്നിനെയാണല്ലോ പൂജിക്കല്. ജിന്നിനും പിശാചിനും ബുദ്ധി കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചങ്ങാതി ജിന്ന് പൂജകനായ ശേഷം ജിന്നിനും പിശാചിനെയും പോലെ തന്നെ ബുദ്ധി കുറഞ്ഞു പോയി. കാരണം ആരാണ് സലഫി എന്ന് പോലും പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവർ തമ്മിൽ തർക്കാണ്. നിങ്ങളിൽ സലഫി ആരാ? മർക്കസ് ദാവക്കാരാണോ, KNM-കാരാണോ, വിഷ്ടംകാരാണോ, അല്ലാത്തവരാണോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളാണ് സലഫികൾ എന്ന് പറയാൻ ഒരൊറ്റ വഹാബി ഗ്രൂപ്പിനും സാധിക്കുന്നില്ല. ആ നിലയിൽ അതപ്പതിച്ചു പോയ വഹാബികൾ പറയാ സലഫി പണ്ഡിതന്മാർ, അതായത് ഇവരുടെ സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരെ വഹാബി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാർക്ക് വേണമടോ? റസൂലുള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ടുള്ള, റസൂലുള്ളാഹിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിന്റെ സലഫി പണ്ഡിതന്മാരുടെ തോന്നിവാസം പ്രചരിപ്പിക്കാനല്ല മുസ്ലിമീങ്ങൾ നിൽക്കുന്നത്, തോന്നിവാസം കാണാനല്ല മുസ്ലിമീങ്ങൾ നിൽക്കുന്നത്. അതിന് ജിന്നു പൂജകനായ റഫീഖ് ആളെ വേറെ നോക്കണം. നിന്നെ പോലത്തെ വിവരമില്ലാത്ത ആളുകള്, ബുദ്ധിയില്ലാത്ത ആളുകളോട് പോയി പറ, ഞങ്ങൾ പ്രചരിപ്പിക്കണം പോലും. കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ്. അതാണ്, കള്ളത്തരമാണ് പ്രചരിപ്പിക്കുന്നത്, കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സലഫി പണ്ഡിതന്മാർ ആരാണെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു പറ്റം പടുജാഹിലിങ്ങള് പ്രചരിപ്പിക്കുന്നത് കളവാണ്. അത് റഫീഖെ, നീ പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങളും പ്രചരിപ്പിക്കണമെന്നാണോ നീ പറയുന്നത്? അതിന് ഞങ്ങളെ കിട്ടുകയില്ല. മനസ്സിലായോ? അതെ, മനസ്സിലായോ? ചോദിക്ക് റഫീഖെ, നിങ്ങളുടെ ജിന്നു പൂജ അതിലേക്ക് സ്ത്രീകളെയും കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ജൽപ്പനങ്ങൾക്ക്, നിങ്ങളെ ജിന്നു പൂജയിലേക്ക് കൊണ്ടുവന്ന, ജിന്നു പൂജ റിക്രൂട്ട്മെന്റ് ചെയ്ത സൗദി അറേബ്യയിലുള്ള നിങ്ങളുടെ പണ്ഡിതന്മാർ പോലും നിങ്ങൾക്കിപ്പോ എതിരായിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ജിന്നു പൂജയിലേക്ക് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ഡിതന്മാരാൽ തന്നെ നിങ്ങൾ വഷളാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എല്ലാവർക്കും സത്യമായി മനസ്സിലാക്കാൻ ഈ വേളയിൽ റബ്ബ് തുണക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.